ഓം ശാന്തി. ഇന്നത്തെ മുരളിയുടെ ചർച്ചയിലേക്ക് കടക്കാം. ഇന്നത്തെ തീയതി 7/5/2026. ബാബയുടെ മുരളി ചർച്ച ചെയ്യാം. അതായത്, നമ്മൾ ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ വർഷങ്ങളായി ഒരു വിർച്വൽ റിയാലിറ്റി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കരുതുക. ശരിക്കും പറഞ്ഞാൽ ആ ഹെഡ്സെറ്റ് വെച്ച് നമ്മൾ ആ ഗെയിമിലെ കഥാപാത്രമായി തന്നെ പൂർണ്ണമായും മാറുകയാണ് ചെയ്യുന്നത്. അതെ, ആ കഥാപാത്രത്തിന് എന്തെങ്കിലും അപകടം പറ്റിയാൽ നിങ്ങൾക്ക് ശരിക്കും വേദനിക്കും. എന്നാൽ പെട്ടെന്നൊരാൾ വന്ന് ആ ഹെഡ്സെറ്റ് മാറ്റുകയും, ഹേയ്, നിങ്ങളീ കാണുന്ന കഥാപാത്രമല്ല, പുറത്ത് സുരക്ഷിതമായിരിക്കുന്ന മറ്റൊരാളാണ് എന്ന് പറയുകയും ചെയ്താൽ എങ്ങനെയുണ്ടാകും? ഓ, അതൊരു വല്ലാത്ത ഷോക്കായിരിക്കുമല്ലേ? തീർച്ചയായും. ഇന്നത്തെ ഈ ആഴത്തിലുള്ള വിശകലനത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതുപോലൊരു വലിയ തിരിച്ചറിവിലേക്കുള്ള യാത്രയാണ്. അറിവിന്റെ മൂന്നാമത്തെ നേത്രം തുറക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതെ, അതാണ് ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയുടെ കാതൽ. ആത്മാവിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണ്? പിന്നെ പരമാത്മാവായ ബാബ എങ്ങനെയാണ് നമ്മെ നയിക്കുന്നത്? ഏറ്റവും പ്രധാനമായി യോഗബലത്തിലൂടെ പുതിയൊരു ലോകം എങ്ങനെ സ്ഥാപിക്കപ്പെടുന്നു എന്നതിലേക്കാണ് നമ്മൾ ഇന്ന് ആഴ്ന്നിറങ്ങുന്നത്. ഈ വിവരങ്ങളെല്ലാം ബാബ നേരിട്ട് നൽകുന്നതാണെന്ന് നാം എപ്പോഴും ഓർക്കണം കേട്ടോ. ഇത് വെറുമൊരു തിയറിയല്ല. ശരിയാണ്. ബാബ പറയുന്നു പറയുമ്പോൾ തന്നെ ശരിക്കും അതിനൊരു വലിയ ആധികാരികതയുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ വെർച്വൽ റിയാലിറ്റി ഉദാഹരണത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എന്താ പറയാ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചോദ്യമായ ഞാൻ ആരാണ് എന്നതിൽ നിന്ന്. അതെ, അതിനുള്ള ഉത്തരം ബാബ നൽകുന്ന ഓം ശാന്തി എന്ന വാക്കിൽ തന്നെയുണ്ട്. ഞാനീ കാണുന്ന ശരീരമല്ല, മറിച്ച് ശരീരത്തിലെ കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ആത്മാവാണ് എന്ന് ബാബ ഓർമ്മിപ്പിക്കുന്നു. ഒന്ന് നിൽക്കൂ. നമ്മൾ സാധാരണയായി ആത്മാവിനെക്കുറിച്ച് കേൾക്കുമ്പോൾ അത് പെരുവിരലിന്റെ വലുപ്പമുള്ളതാണെന്നോ അല്ലെങ്കിൽ ഒരു വലിയ പ്രകാശഗോളമാണെന്നോ ഒക്കെയാണല്ലോ വിചാരിക്കുക. അതെ, അങ്ങനെയാണ് പലരും വിശ്വസിക്കുന്നത്. എന്നാൽ ബാബ വളരെ വ്യത്യസ്തമായിട്ടാണല്ലോ പറയുന്നത്. അതായത്, ആത്മാവ് വെറുമൊരു ബിന്ദുവിന് സമാനമായ നക്ഷത്രമാണെന്ന്. എനിക്കിവിടെ ചെറിയൊരു സംശയമുണ്ട്. ഈ ബിന്ദു എന്നത് കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായി തോന്നുന്നില്ലേ? അങ്ങനെ തോന്നാം. ഇത്രയും വലിയ ശരീരത്തെയും നമ്മുടെ സങ്കീർണമായ ചിന്തകളെയും ഒക്കെ നിയന്ത്രിക്കുന്ന ഒന്ന് വെറുമൊരു ബിന്ദുവാകുന്നത് എങ്ങനെയാണ്? അതൊരു സ്വാഭാവികമായ സംശയമാണ്. എന്നാൽ നമ്മൾ ഇന്നത്തെ ആധുനിക ലോകത്ത് ചിന്തിച്ചാൽ ഒരു മൈക്രോ ചിപ്പ് എത്ര ചെറുതാണ്? വളരെ ചെറുതാണ്. ഒരു കമ്പ്യൂട്ടറിന്റെയോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിന്റെയോ മുഴുവൻ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് അത്രയും ചെറിയ ഒരു സിലിക്കൺ ചിപ്പാണ്. അതുപോലെയാണ് ഈ ബിന്ദുസ്വരൂപമായ ആത്മാവും. ഓ, ആ ഉപമ കൊള്ളാമല്ലോ. അതൊരു ഭൗതികമായ ബിന്ദുവല്ല, മറിച്ച് ബോധത്തിന്റെ അതിസൂക്ഷ്മമായ കേന്ദ്രമാണ്. മനുഷ്യരായ നാം ഈ ഭൂമിയിൽ വന്ന് ശരീരങ്ങൾ സ്വീകരിച്ച് പരമാവധി 84 ജന്മങ്ങളിലൂടെ കടന്നുപോകുന്നുവെന്ന് ബാബ പറയുന്നു. 84 ജന്മങ്ങൾ. അതായത് നമ്മൾ ആ ജനനമരണ ചക്രത്തിൽ പൂർണ്ണമായും കുടുങ്ങിയിരിക്കുകയാണല്ലേ? അതെ, തീർച്ചയായും. എന്നാൽ പരമാത്മാവായ ബാബയും ഇതേപോലെ ബിന്ദുസ്വരൂപനാണെങ്കിലും ബാബ ഈ ജനനമരണ ചക്രത്തിലേക്ക് വരുന്നില്ല എന്നതാണ് ബാബയെ നമ്മളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ഓക്കേ, അപ്പോൾ നമ്മൾ 84 ജന്മങ്ങളെടുത്ത് ഈ ശരീരമെന്ന ഹാർഡ്വെയർ മാറി മാറി ഉപയോഗിച്ച് ആകെ തളർന്നിരിക്കുകയാണ്. പക്ഷെ ബാബ പരമമായതുകൊണ്ട് ഈ സിസ്റ്റത്തിന് പുറത്താണ് നിൽക്കുന്നത്. കൃത്യമായി പറഞ്ഞു. ഇതിനു മുമ്പ് നമ്മൾ ശരീരത്തെയും ആത്മാവിനെയും ഒരു കാറും അതിലെ ഡ്രൈവറുമായിട്ടൊക്കെ ഉപമിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇന്നതൊരു പഴയ ഉപമയായി തോന്നുന്നു. അതെ, നമ്മളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അതിലെ യൂസറും പോലെയാണ് എന്ന് ചിന്തിക്കുന്നത് കുറച്ചുകൂടി വ്യക്തത നൽകില്ലേ? അതായത്, ഞാൻ യൂസറാണ്, ശരീരമല്ല എന്ന ഈ ബിന്ദുസ്വരൂപ ബോധം ദൈനംദിന ജീവിതത്തിൽ ശരിക്കും എങ്ങനെയാണ് മാറ്റമുണ്ടാക്കുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപമ വളരെ കൃത്യമാണ്. നിങ്ങൾ വെറും ഹാർഡ്വെയർ അല്ല എന്നറിയുമ്പോൾ ആ ഹാർഡ്വെയറിന് വരുന്ന തകരാറുകൾ നിങ്ങളെ മാനസികമായി തളർത്തില്ല. ശരിയാണ്. ബാബ പറയുന്ന ആ ബിന്ദുസ്വരൂപ ബോധം നിങ്ങളെ ബാഹ്യമായ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു പടി മാറി നിൽക്കാൻ സഹായിക്കുന്നു. ലോകം പതിതമായി മാറുമ്പോൾ മനുഷ്യർ തങ്ങളുടെ യഥാർത്ഥ സ്വരൂപം മറന്ന് ഈ ശരീരബോധത്തിൽ കുടുങ്ങുന്നു. അപ്പോഴാണവർ ദുഃഖിതരാവുന്നത്. അപ്പോൾ ആ ഓർമ്മപ്പെടുത്തലിനായി ഈ സിസ്റ്റത്തിന് പുറത്തു നിൽക്കുന്ന ഒരാൾക്ക്, അതായത് ബാബയ്ക്ക് വരേണ്ടി വരുന്നു അല്ലേ? അതെ, ഈ 84 ജന്മങ്ങളിലൂടെയുള്ള യാത്രയിൽ നമ്മൾ നമ്മുടെ യഥാർത്ഥ പവർ മറന്നുപോയി. അതുകൊണ്ടാണ് ബാബ വരുന്നത്. ശരി. അപ്പോൾ നമ്മൾ തളർന്നു, ദുഃഖത്തിലായി. അപ്പോഴാണ് ഭാരതവാസികൾ ഭഗവാനോട് വരാൻ പ്രാർത്ഥിക്കുന്നത് എന്ന് ബാബ പറയുന്നുണ്ടല്ലോ.
പക്ഷെ ഇവിടെയാണ് എനിക്ക് അത്ഭുതം തോന്നിയ മറ്റൊരു കാര്യം. ഭഗവാൻ എങ്ങനെയാണ് വരുന്നത്? ബാബ പറയുന്നു താൻ ഒരു ഗർഭത്തിൽ നിന്നല്ല ജനിക്കുന്നത് എന്ന്. അതെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറിച്ച് ഒരു സാധാരണ വൃദ്ധന്റെ, അതായത് ബ്രഹ്മാവിന്റെ ശരീരത്തിൽ പ്രവേശിച്ചാണ് വരുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരു സാധാരണ മനുഷ്യനെപ്പോലെ ജനിച്ച് വളർന്നു വന്ന് പഠിപ്പിച്ചാൽ പോരായിരുന്നോ? അവിടെയാണ് നമ്മൾ ആ ഡ്രാമയുടെ നിയമം മനസ്സിലാക്കേണ്ടത്. ബാബ ഒരു അമ്മയുടെ ഗർഭത്തിൽ ജനിക്കുകയാണെങ്കിൽ ബാബയും ഈ ജനന മരണചക്രത്തിന്റെ ഭാഗമായി മാറും. ഓ, അതായത് കർമ്മബന്ധനങ്ങളിൽപ്പെടും അല്ലേ? അതെ. എന്നാൽ ബാബ കർമാതീതനാണ്. അതുകൊണ്ട് തന്റെ സ്വന്തമായൊരു ശരീരമില്ലാത്ത ബാബ ഒരു വൃദ്ധന്റെ അനുഭവസമ്പത്തുള്ള ശരീരത്തിൽ പ്രവേശിക്കുന്നു. അതിനെ ബാബ വിളിക്കുന്നത് മുഖറരഥം അഥവാ നിശ്ചിതരഥം എന്നാണ്. മുഖറരഥം. അവിടെ ബാബ സാധാരണ മനുഷ്യരുടെ ഗുരുവായി മാത്രം ഒതുങ്ങുന്നില്ല. ബാബ ഒരേ സമയം അച്ഛനും ടീച്ചറും ഗുരുവുമാകുന്നു എന്നാണ് പറയുന്നത്. കാത്തിരിക്കെ, ആ ഭാഗം നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ലൗകിക ജീവിതത്തിൽ ഈ 3 റോളുകളും 3 വ്യത്യസ്ത ആളുകളാണല്ലോ ചെയ്യുന്നത്. അതെ. അച്ഛൻ നമ്മെ ജനിപ്പിച്ച് വളർത്തുന്നു, ടീച്ചർ നമുക്കറിവ് നൽകുന്നു, പിന്നെ വയസ്സാകുമ്പോൾ നമ്മൾ സമാധാനം തേടി ഒരു ഗുരുവിന്റെ അടുത്തേക്ക് പോകുന്നു. എന്നാൽ ബാബ ഇത് 3ഉം ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുകയാണോ? അതെങ്ങനെ പ്രായോഗികമാകും? ഒറ്റ നോട്ടത്തിൽ അങ്ങനെ തോന്നാം. എന്നാൽ ബാബയുടെ ഈ റോളുകൾ എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് നോക്കൂ. അച്ഛനെന്ന നിലയിൽ ബാബ നമ്മെ ബ്രഹ്മാവിലൂടെ ദത്തെടുക്കുന്നു. അതായത് നമുക്കൊരു പുതിയ ആത്മീയ ജനനം നൽകുന്നു. പിന്നെ ഒരു ടീച്ചർ എന്ന നിലയിൽ ഈ 5000 വർഷത്തെ സൃഷ്ടിചക്രത്തിന്റെ വളരെ കൃത്യമായ ജ്ഞാനം ബാബ നൽകുന്നു. 5000 വർഷത്തെ സൃഷ്ടിചക്രം? അതെ. ബാബയല്ലാതെ വേറെ ആർക്കാണ് അർദ്ധകൽപ്പം, അതായത് സത്യുഗവും ത്രേതായുഗവും പകലാണെന്നും ബാക്കി അർദ്ധകൽപ്പം രാത്രിയാണെന്നുമുള്ള ബ്രഹ്മാവിന്റെ രാപ്പകലുകളെക്കുറിച്ച് ഇത്ര കൃത്യമായി പഠിപ്പിക്കാൻ സാധിക്കുക? ആർക്കും കഴിയില്ല. ശരിയാണ്. ഒടുവിൽ ഒരു ഗുരുവായി ബാബ നമ്മെ പവിത്രമാക്കി പരമധാമത്തിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു. വാവ്! അതായത് ജനനം മുതൽ ലക്ഷ്യസ്ഥാനം വരെയുള്ള മുഴുവൻ പാക്കേജും ഒരാളിൽ നിന്ന് തന്നെ ലഭിക്കുന്നു. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക്, അതേ കേൾവിക്കാരന്, വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. കാരണം നമ്മളെപ്പോഴും പലയിടങ്ങളിലായി സത്യം അന്വേഷിച്ച് അലയുകയാണല്ലോ. അതെ, നമ്മളെപ്പോഴും തിരച്ചിലാണ്. സ്തുതിവാക്കുകളല്ല, മറിച്ച് ഈ 3 റോളുകളും പൂർണ്ണതയോടെ ചെയ്യാൻ ആവശ്യമായ യോഗ്യതകളാണത് എന്നിപ്പോൾ വ്യക്തമാകുന്നു. തീർച്ചയായും. ആ ഗുണങ്ങളുള്ളതുകൊണ്ടാണ് ദുഃഖത്തിൽ എല്ലാവരും ബാബയെ വിളിക്കുന്നത് എന്ന് ബാബ പറയുന്നു. നമ്മളെ നമ്മുടെ യഥാർത്ഥ അസ്തിത്വത്തിലേക്ക് തിരികെ കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം ബാബ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ബാബ നമ്മെ ദത്തെടുത്ത് ഈ രഹസ്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നു. പക്ഷെ എന്തിനാണിതൊക്കെ പഠിപ്പിക്കുന്നത്? ബാബ നൽകുന്ന ഈ ജ്ഞാനത്തിന്റെ അന്തിമ ലക്ഷ്യമെന്താണ്? ഇവിടെയാണ് ഈ ചർച്ചയുടെ ഏറ്റവും ഗൗരവമായ ഭാഗത്തേക്ക് നമ്മൾ കടക്കുന്നത്. അതെ, പുതിയ ലോകത്തിന്റെ സ്ഥാപന. കലിയുഗത്തെ മാറ്റി സത്യയുഗം സ്ഥാപിക്കണം, മറ്റൊരു ധർമ്മവുമില്ലാത്ത ഒരു പുതിയ അദ്വൈത രാജ്യം സ്ഥാപിക്കുക എന്നതാണ് ലക്ഷ്യം എന്നു ബാബ പറയുന്നു. എന്നാൽ ഇത് സംഭവിക്കുന്നത് യുദ്ധങ്ങളിലൂടെയോ ബാഹുബലത്തിലൂടെയോ അല്ല, മറിച്ച് യോഗബലത്തിലൂടെയാണെന്ന് ബാബ ഉറപ്പിച്ചു പറയുന്നു. എനിക്ക് ശരിക്കും ഇവിടെ വലിയൊരു സംശയമുണ്ട്. നമ്മൾ കാണുന്ന ഈ ലോകം ഭരിക്കുന്നത് പണവും രാഷ്ട്രീയവും സൈനിക ശക്തിയുമാണ്. ആയുധങ്ങളോ വലിയ സൈന്യമോ ഇല്ലാതെ വെറും ചിന്തകൾ കൊണ്ടോ ധ്യാനം കൊണ്ടോ എങ്ങനെയാണൊരു ലോകക്രമം തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുക? താങ്കൾ പറഞ്ഞത് തന്നെയാണ് എല്ലാവരുടെയും സംശയം. കാരണം നാം ജീവിക്കുന്നത് ബാഹുബലത്തെ മാത്രം വിശ്വസിക്കുന്ന ഒരു സിസ്റ്റത്തിലാണ്. അതെ, ശരിക്കും. ബാബ വളരെ രസകരമായ ഒരു ഉദാഹരണം തന്നെ നൽകുന്നുണ്ട്. ഇന്നത്തെ ലോകത്ത് ക്രിസ്ത്യൻ സമൂഹത്തെ നോക്കൂ. അവർക്ക് വലിയ ബാഹുബലവും സാമ്പത്തിക ശക്തിയും പരസ്പര ഐക്യവുമുണ്ട്. അവർ വിചാരിച്ചാൽ ലോകം മുഴുവൻ അവരുടെ കീഴിലാക്കാൻ സാധിച്ചേക്കാം. സാധിക്കുമായിരിക്കും. എന്നാൽ ഡ്രാമയുടെ നിയമപ്രകാരം ബാഹുബലിയിലൂടെ വിശ്വത്തിന്റെ അധികാരിയാകാൻ ആർക്കും സാധിക്കില്ല എന്ന് ബാബ അടിവരയിടുന്നു. അതെന്തുകൊണ്ടാണ്? ബലപ്രയോഗത്തിലൂടെ മാറ്റം വരുത്താൻ ശ്രമിച്ചാൽ എന്താണ് പ്രശ്നം? കാരണം ബലപ്രയോഗത്തിലൂടെ നിങ്ങളൊരു സിസ്റ്റത്തെ താൽക്കാലികമായി അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. അവിടെ എപ്പോഴും ഭയമുണ്ടാകും, വിഭജനമുണ്ടാകും, പ്രതികാരമുണ്ടാകും. അതെ, സമാധാനമുണ്ടാകില്ല. അത് യഥാർത്ഥ സമാധാനമോ സത്യയുഗമോ അല്ല. എന്നാൽ യോഗബലം പ്രവർത്തിക്കുന്നത് തികച്ചും വ്യത്യസ്തമായൊരു തലത്തിലാണ്. യോഗബലം എന്നത് കേവലം കണ്ണടച്ചിടിക്കുന്നതല്ല. അതിനൊരു ഫ്രീക്വൻസി അല്ലെങ്കിൽ ഒരു തരംഗം പോലെ ചിന്തിക്കാം.
ഒരു തരംഗം പോലെ. ഓക്കെ. ബാബയുമായുള്ള നിരന്തരമായ ഓർമ്മയിലൂടെ ആത്മാവിലേക്ക് ശുദ്ധമായ എനർജി പ്രവഹിക്കുന്നു. ലക്ഷക്കണക്കിന് ആത്മാക്കൾ ഒരേ സമയം ഈ പവിത്രതയുടെയും സമാധാനത്തിന്റെയും തരംഗങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ അത് വലിയൊരു കൂട്ടായ ബോധമായി മാറുന്നു. അതായത് ഒരു കളക്റ്റീവ് കോൺഷ്യസ്നസ്. അതെ, ആന്തരികമായ പവിത്രത ബാഹ്യമായ പ്രകൃതിയെ തന്നെ ശുദ്ധീകരിക്കുന്നു എന്ന് ബാബ പറയുന്നു. ലക്ഷ്മി നാരായണന്മാർ ഈ അദ്വൈത രാജ്യത്തിലെ രാജാക്കന്മാരായത് ഇതേ യോഗബലം കൊണ്ടാണ്, അല്ലാതെ യുദ്ധം ചെയ്തിട്ടല്ല. അതെങ്ങനെയാണെന്ന് എനിക്കിപ്പോൾ കുറച്ചുകൂടി മനസ്സിലാകുന്നുണ്ട്. ഒരു ഇരുണ്ട മുറിയിൽ വെളിച്ചം കൊണ്ടുവരാൻ വാളെടുത്ത് വീശിയിട്ട് കാര്യമില്ലല്ലോ, ഒരു ചെറിയ തിരി കത്തിച്ചാൽ മതി. അതുപോലെയാണ് യോഗബലം. വാഹ്, ഇരുട്ടിനെ മാറ്റാൻ വാളെടുക്കേണ്ട, വെളിച്ചം കൊണ്ടുവന്നാൽ മതി എന്ന ആ ഉദാഹരണം അത്ഭുതപ്പെടുത്തുന്നതാണ്. അപ്പോൾ നമ്മുടെ ആന്തരിക മാറ്റം എങ്ങനെയോ ഈ ബാഹ്യലോകത്തിന്റെ ഫ്രീക്വൻസിയെ തന്നെ മാറ്റുന്നു. തീർച്ചയായും. അങ്ങനെയെങ്കിൽ പുതിയൊരു ലോകം സ്ഥാപിക്കപ്പെടുമ്പോൾ അതിൽ പങ്കാളികളാകാൻ ഈ നിമിഷം ഞാൻ എന്ത് കർമ്മമാണ് ചെയ്യേണ്ടത്? ബാബ പറയുന്നു, ഒന്നാമത്തെ നിർദ്ദേശം പവിത്രതയാണ്. അതെ, പവിത്രത. രക്ഷാബന്ധൻ എന്ന ഉത്സവത്തിന്റെ യഥാർത്ഥ അർത്ഥം സഹോദരങ്ങൾ തമ്മിൽ രാഖി കെട്ടുന്നതിനപ്പുറം ഈ അന്തിമ ജന്മത്തിൽ പവിത്രമായിരിക്കാനുള്ള പ്രതിജ്ഞയെടുക്കുക എന്നതാണ്. അതുപോലെ ഒരു ശിവബാബയെ മാത്രം ഓർക്കുന്നവരാണ് യഥാർത്ഥ നൺസ് അഥവാ സന്യാസിനികൾ എന്നും ബാബ പറയുന്നുണ്ട്. തികച്ചും ശരിയാണ്. ആ പവിത്രതയ്ക്കൊപ്പം തന്നെ ബാബ ഊന്നൽ നൽകുന്ന മറ്റൊരു വലിയ കാര്യമുണ്ട്, അതായത് ആത്മീയ സേവനം. ഇവിടെ ബാബ വലിയൊരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. സാധാരണ ലോകത്ത് നാം ചെയ്യുന്ന ഭൗതികമായ ദാനപുണ്യങ്ങൾ ഒരു ജന്മത്തേക്ക് മാത്രമാണ് ഫലം തരുന്നത്. എന്നാൽ നിങ്ങളുടെ സമയം, സമ്പത്ത് എന്നിവ നേരിട്ട് ഈശ്വരാർത്ഥം അർപ്പിക്കുകയാണെങ്കിൽ, അതായത് ആത്മീയ ഹോസ്പിറ്റലുകളും സർവകലാശാലകളും തുറക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 21 ജന്മങ്ങളിലേക്ക് സമ്പത്തും ആരോഗ്യവും ലഭിക്കുമെന്നാണ് ബാബ പറയുന്നത്. ഈ മൃത്യുലോകത്ത് നിന്ന് നമ്മെ അമരലോകത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ബാബ ചെയ്യുന്നത്. ഒന്ന് നിൽക്കൂ, ഇവിടെ ഞാനൊന്ന് ഇടപെടട്ടെ. 21 ജന്മങ്ങളിലേക്കുള്ള സമ്പത്തോ? അതെ. ലൗകിക ജീവിതത്തിൽ ബാങ്കിലോ ഷെയർ മാർക്കറ്റിലോ ഒക്കെ പണം നിക്ഷേപിക്കുമ്പോൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൂടി ഗുണം കിട്ടുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത കാലത്താണ് നാം ജീവിക്കുന്നത്. നമ്മുടെ ഒരു റിട്ടയർമെന്റ് ഫണ്ട് പോലും വാർദ്ധക്യകാലത്തേക്ക് തികയുമോ എന്ന് സംശയമാണ്. ശരിയാണ്. അങ്ങനെയുള്ളപ്പോൾ 21 തലമുറകൾക്ക് അല്ലെങ്കിൽ 21 ജന്മങ്ങൾക്ക് വേണ്ടിയുള്ള റിട്ടേൺ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഒരു വലിയ ക്ലെയിം അല്ലേ? ബാബ എങ്ങനെയാണിത് സാധ്യമാക്കുന്നത് എന്ന് വിശദമാക്കാമോ? നിങ്ങളുടെ ആ സംശയം വളരെ ന്യായമാണ്. ഭൗതികമായ കണക്കുകൂട്ടലുകൾ വെച്ച് നോക്കുമ്പോൾ ഇത് അസാധ്യമായി തോന്നും. എന്നാൽ ബാബ ഇവിടെ സംസാരിക്കുന്നത് കർമ്മത്തിന്റെ ശാസ്ത്രത്തെക്കുറിച്ചാണ്. കർമ്മത്തിന്റെ ശാസ്ത്രം? അതെ. കലിയുഗത്തിൽ നമ്മൾ നിക്ഷേപിക്കുന്നത് നശിച്ചു പോകുന്ന ഒരു സിസ്റ്റത്തിലാണ്. എന്നാൽ ഇപ്പോൾ നാം ജീവിക്കുന്നത് സംഗമയുഗത്തിലാണ്. അതായത് പഴയ ലോകം മാറി പുതിയ ലോകം വരുന്ന ഒരു ട്രാൻസിഷൻ പീരീഡിൽ. ട്രാൻസിഷൻ സമയം. ഈ സമയത്ത് ഭഗവാന്റെ കാര്യത്തിനായി നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ സമയവും സമ്പത്തും പുതിയ ലോകത്തിന്റെ നിർമ്മാണത്തിലേക്കുള്ള ഡയറക്റ്റ് ഫണ്ടിംഗ് ആണ്. ബാബ നമ്മെ കക്കയിൽ നിന്നും വജ്രത്തിന് സമാനമാക്കി മാറ്റുകയാണ് എന്ന് പറയുന്നു. കക്കയിൽ നിന്ന് വജ്രം? വാ! ഭൗതികമായി നിങ്ങളുടെ കൈവശമുള്ളതെല്ലാം ഈ ലോകത്തിന്റെ അവസാനത്തോടെ മണ്ണിനോട് ചേരേണ്ടതാണ്. എന്നാൽ ആത്മീയ സേവനത്തിനായി, അതായത് മറ്റുള്ളവരെ അവരുടെ യഥാർത്ഥ സ്വരൂപം ഓർമ്മിപ്പിക്കാനുള്ള ഹോസ്പിറ്റലുകൾക്കായി അത് ഉപയോഗിക്കുമ്പോൾ അതിന്റെ കർമ്മഫലം നശിക്കാത്ത ആത്മാവിന്റെ അക്കൗണ്ടിലാണ് നിക്ഷേപിക്കപ്പെടുന്നത്. അതാണ് 21 ജന്മങ്ങളോളം ആത്മാവിനെ സമ്പന്നമാക്കുന്നത്. എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നമ്മൾ നിക്ഷേപിക്കുന്നത് നശിച്ചു പോകുന്ന ബാങ്കിലല്ല, മറിച്ച് നമ്മുടെ സ്വന്തം ബോധമണ്ഡലത്തിലാണ്, കർമ്മങ്ങളുടെ അക്കൗണ്ടിലാണ്. അതൊരു വലിയ ഷിഫ്റ്റാണ് കേട്ടോ. നമ്മൾ എന്തിനു വേണ്ടി സമയം ചെലവാക്കുന്നു എന്നതിനെക്കുറിച്ച് നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന കാര്യമാണത്. അതെ, ബാക്കി എല്ലാവരും നശിച്ചു പോകുന്ന കാര്യങ്ങൾക്ക് പിന്നാലെ ഓടുമ്പോൾ ശ്രേഷ്ഠ ബ്രാഹ്മണരായ നിങ്ങൾ വരുംകാലത്തേക്കുള്ള വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു എന്നാണ് ബാബ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ 21 ജന്മങ്ങളിലേക്കുള്ള വലിയ സമ്പാദ്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു. എന്നാൽ ഈ വലിയ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ജീവിക്കുന്നത് ഇന്നത്തെ ഈ കലിയുഗത്തിലാണ്. ചുറ്റും പ്രശ്നങ്ങളാണ്. നമ്മുടെ മാനസികാവസ്ഥ ഈ നിമിഷത്തിൽ എങ്ങനെയായിരിക്കണമെന്നതിനെക്കുറിച്ച് ബാബ പറയുന്നുണ്ട്. അതീന്ദ്രിയ സുഖത്തെക്കുറിച്ച്? അതെ, അതീന്ദ്രിയ സുഖത്തെക്കുറിച്ചും ഏകരസസ്ഥിതിയെക്കുറിച്ചും ബാബ സംസാരിക്കുന്നു. ശരീരത്തിന്റെ ഇന്ദ്രിയങ്ങളുടെയും ബന്ധങ്ങളുടെയും സർവ്വ ആകർഷണങ്ങളിൽ നിന്നും പൂർണ്ണമായും മുക്തരാകുമ്പോൾ മാത്രമേ നമുക്ക് അതീന്ദ്രിയ സുഖം അനുഭവിക്കാൻ സാധിക്കൂ എന്നാണ് ബാബ പറയുന്നത്.
ഇത് കേൾക്കാൻ എളുപ്പമാണെങ്കിലും ശരിക്കും പ്രായോഗികമായി എനിക്ക് പലപ്പോഴും പാടായിട്ടാണ് തോന്നാറുള്ളത്. അത് ബുദ്ധിമുട്ടായി തോന്നാൻ കാരണമുണ്ട്. കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങൾ എപ്പോഴും ബാഹ്യലോകത്തേക്ക് തുറന്നിരിക്കുകയാണ്. ബാബ നൽകുന്ന വരദാനത്തിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട്. എപ്പോഴാണോ കർമ്മേന്ദ്രിയങ്ങൾക്ക് വശപ്പെട്ട് നമ്മൾ ഭിന്ന ഭിന്ന ആകർഷണങ്ങളിൽ പെടുന്നത്, അവിടെ അതീന്ദ്രിയ സുഖം നഷ്ടപ്പെടുന്നു. എന്നാൽ ബുദ്ധി സർവ്വ ആകർഷണങ്ങളിൽ നിന്നും മുക്തമായി ഒരേ ഒരു ബാബയിൽ ഏകാഗ്രമാകുമ്പോൾ നമ്മുടെ എല്ലാ ചാഞ്ചാട്ടങ്ങളും അവസാനിക്കുന്നു. അതാണ് ബാബ പറയുന്ന ഏകരസസ്ഥിതി അഥവാ മാറ്റമില്ലാത്ത അവസ്ഥ. ഏകരസസ്ഥിതി. സ്ലോഗനിൽ ബാബ പറയുന്നു, ബുദ്ധിയുടെ ലൈൻ സദാ ക്ലിയറാക്കി വയ്ക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിലെ ഭാവങ്ങളെപ്പോലും നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുമെന്ന്. ബുദ്ധിയുടെ ലൈൻ എപ്പോഴും ക്ലിയർ ആക്കി വെക്കുക. ഈ തിരക്ക് പിടിച്ച ഇൻസ്റ്റഗ്രാമും നോട്ടിഫിക്കേഷനുകളും എപ്പോഴും നമ്മെ ശല്യപ്പെടുത്തുന്ന ലോകത്ത് ഇതൊരു വലിയ വെല്ലുവിളിയാണ്. നമ്മുടെ ശ്രദ്ധ എപ്പോഴും മറ്റെന്തിലെങ്കിലുമാണ്. ലോകം അത്രത്തോളം പ്രക്ഷുബ്ധമാണ്. അവിടെ എങ്ങനെ ഈ ലൈൻ ക്ലിയറാക്കും? അവിടെയാണ് ബാബ നൽകുന്ന വലിയൊരു ആയുധം നമ്മെ സഹായിക്കുന്നത്. അതായത് ഡ്രാമയുടെ ജ്ഞാനം. ബാബ ചോദിക്കുന്നു, ലോകം പ്രക്ഷുബ്ധമാണെങ്കിലും ശ്രേഷ്ഠ ബ്രാഹ്മണരായ നിങ്ങൾ എന്തിനിളകണം? ശരിയാണ്, നമ്മൾ എന്തിനിളകണം? കാരണം നിങ്ങൾക്ക് ഈ 5000 വർഷത്തെ വലിയ ഡ്രാമയുടെ രഹസ്യം കൃത്യമായി അറിയാം. ഡ്രാമയുടെ ഓരോ ദൃശ്യവും മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണെന്നും ഓരോരുത്തരും അവരവരുടെ റോൾ ചെയ്യുകയാണെന്നും അറിയുന്ന ജ്ഞാനികളായ ആത്മാക്കൾ ചുറ്റുമുള്ള സാഹചര്യങ്ങളെ കണ്ട് ഒരിക്കലും പരിഭ്രാന്തരാകില്ല. ഓ, അതായത് എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചതാണ്. അതെ. ഒരു സിനിമ കാണുമ്പോൾ ക്ലൈമാക്സ് അറിയാവുന്ന ഒരാള് സ്ക്രീനിലെ പ്രശ്നങ്ങൾ കണ്ട് പേടിക്കുമോ? ഇല്ല. അവർക്കതിനെ സാക്ഷിയായി മാറി കാണാൻ കഴിയും. ഈ സാക്ഷിഭാവമാണ് ബുദ്ധിയുടെ ലൈൻ ക്ലിയറാക്കി വെക്കാനും നിർഭയരായി ഇളകാതെ നിൽക്കാനും നമ്മെ സഹായിക്കുന്നത്. സാഹചര്യങ്ങളെല്ലാം അതിന്റെ സമയത്ത് കടന്നുപോകുമെന്ന ബോധ്യമാണ് ഈ ഏകരസസ്ഥിതി നൽകുന്നത്. ആ സിനിമയുടെ ഉദാഹരണം വളരെ കൃത്യമാണ്. ക്ലൈമാക്സ് അറിയാമെങ്കിൽ പിന്നെ എന്തിനു പരിഭ്രമിക്കണം, അല്ലേ? ശരിക്കും ഇന്നത്തെ ഈ ചർച്ച വളരെ ഗഹനമായൊരു അനുഭവമായിരുന്നു. നമ്മൾ വെറുമൊരു ശരീരമല്ല, മറിച്ച് ബിന്ദുസ്വരൂപമായ ഒരു നക്ഷത്രമാണ്, ആത്മാവാണ് എന്ന വിർച്വൽ റിയാലിറ്റി തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അതെ. പിന്നീട് ഒരേ സമയം അച്ഛനും ടീച്ചറും ഗുരുവുമാകുന്ന ബാബയുടെ റോളുകൾ നമ്മൾ മനസ്സിലാക്കി. ലോകത്തെ മാറ്റുന്നത് വാളുകൾ കൊണ്ടല്ല, മറിച്ച് യോഗബലമെന്ന ആന്തരിക ഫ്രീക്വൻസി കൊണ്ടാണെന്ന് നാം കണ്ടു. ഒപ്പം ആത്മീയ സേവനത്തിലൂടെ 21 ജന്മങ്ങളിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റും ഡ്രാമയുടെ ജ്ഞാനം വെച്ച് എങ്ങനെ ഏകരസസ്ഥിതിയിൽ തുടരാമെന്നും നമ്മൾ പഠിച്ചു. ഈ ജ്ഞാനം കേൾക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും പ്രാവർത്തികമാക്കേണ്ടതാണ് എന്ന് ബാബ എപ്പോഴും പറയാറുണ്ട്. ബുദ്ധിയോഗം ബാബയിൽ വയ്ക്കുക, അപ്പോൾ പാപങ്ങൾ ഭസ്മമായി പുണ്യാത്മാവായി മാറും എന്നതാണ് ബാബ നൽകുന്ന ഉറപ്പ്. തീർച്ചയായും. അപ്പോൾ ഇന്ന് ഈ ആഴത്തിലുള്ള വിശകലനം അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാൻ വലിയൊരു ചോദ്യം ഞാൻ നൽകാം. നാളെ രാവിലെ നിങ്ങൾ നിങ്ങളുടെ ഓഫീസിലേക്കോ പുറത്തേക്കോ പോകുമ്പോൾ നിങ്ങൾ കാണുന്ന ഓരോ വ്യക്തിയെയും അവരുടെ ബാഹ്യരൂപത്തിലോ ജോലിയിലോ സാമ്പത്തിക നിലയിലോ കാണാതെ ഈ 5000 വർഷത്തെ വലിയ ഡ്രാമയിൽ തങ്ങളുടെ വേഷം ഭംഗിയായി കെട്ടുന്ന ചെറിയ തിളങ്ങുന്ന നക്ഷത്രങ്ങളായി, അതായത് ഒരു ആത്മാവായി മാത്രം കണ്ടാൽ നിങ്ങളുടെ ഇന്നത്തെ ഇടപെടലുകൾ എങ്ങനെ മാറും? നിങ്ങളുടെ ദേഷ്യം, സങ്കടം, മുൻവിധികൾ എന്നിവയൊക്കെ ആ ഒരൊറ്റ നിമിഷത്തിൽ ഇല്ലാതാകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞേക്കാം. നാളെ അതൊന്ന് പരീക്ഷിച്ചു നോക്കൂ. ഓം ശാന്തി.